ഹായ് ഓൾ, എജുസോഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവെറ്റ് സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന അഡീഷണൽ പ്ലഗിനായ ഡൈനാമോ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഡീൽ ചെയ്യുന്നത്. എൻ്റെ പേര് ജാക്കേഷ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഡൈനാമോ എന്നുള്ളതാണ് നമ്മളിതിനകത്ത് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. ഒരു ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ആണ്. അതായത് ഒരു വലിയ ഒരു കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല ഡൈനാമോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതൊരു ബേസിക് ഐഡിയ ഉള്ള ഒരു ലോജിക്കൽ റീസണിങ് ചെയ്യാൻ പറ്റുന്ന ആർക്കും ഗ്രാഫിക്കലി നമുക്ക് വരയ്ക്കാതെ തന്നെ കുറച്ച് കോഡ് ബ്ലോക്സ് അതിൻ്റെ ഇൻ്റർഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ അതിലുള്ള എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഡൈനാമോ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിനകത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ് അൽഗോരിതം അത്രയോ ഒരു ബുദ്ധിമുട്ടുള്ള അൽഗോരിതം അല്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ അറിവുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്താ പറയുക സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ഔട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ അൽഗോരിതം എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലോ നമുക്ക് കറക്റ്റായിട്ട് അറിയും. ആ ഫ്ലോ കീപ്പ് ചെയ്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലോ ആണ് നമ്മളിവിടെ കോഡ് ബ്ലോക്കുകളായിട്ട് നമ്മൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഡൈനാമോയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമോ വർക്ക് ചെയ്യുന്നത് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഡൈനാമോയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ചെയ്ത ഡൈനാമോ സ്ക്രിപ്റ്റ്, അത് സ്ക്രിപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഡൈനാമോ ഫയൽസിനെ. ആ സ്ക്രിപ്റ്റ് നമുക്ക് വേണമെങ്കിൽ വേറെ പ്രൊജക്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ അതേ ലേഔട്ട് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രിപ്റ്റ് തന്നെ ഫസ്റ്റ് ഫ്ലോറിലും റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ലേഔട്ട് നമുക്കവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കവിടെ വീണ്ടും എന്താ പറയുക വരച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ ചെറിയ ചേഞ്ച് വന്നാൽ പോലും നമുക്കത് വരയ്ക്കാതെ തന്നെ ഈ കോഡിലത്തെ ചെറിയ വാല്യൂസ് അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഈ ഡൈനാമോ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്കെച്ചപ്പ് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മായ, റീനോ, റിവെറ്റ്, നാവിസ് വർക്ക്, എക്സൽ. ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇതിനകത്തുള്ള വാല്യൂസോ അതിനകത്തുള്ള ഡാറ്റ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഡൈനാമോയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം നമ്മളൊരു ബിം കൺസെപ്റ്റിലാണ് വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ റിപ്പീറ്റേഷൻ വരുന്ന വർക്കുകൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കൺസെപ്റ്റിലുള്ള എന്താ പറയുക ഈ ഡിസൈൻസൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ കോഡ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡൈനാമോ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2017 വേർഷൻ, റിവെറ്റിൻ്റെ 2017 വേർഷനിലാണ്. ഇപ്പോൾ റിവെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2022 വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അതിനകത്ത് ഡൈനാമോ പ്ലഗിൻ വേർഷൻ എന്ന് പറയുന്നത് 2.6 ആണ്. ഡൈനാമോയുടെ മാത്രം വേർഷനാണ് 2.6. റിവെറ്റ് 2022 നമ്മൾ യൂസ് ചെയ്യുന്ന വേർഷനാണ് 2.6. ഡൈനാമോ പ്ലഗിൻ പേരാണ് 2.6. അപ്പോൾ നമുക്ക് ഡൈനാമോ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു റിവെറ്റ് ഫയൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു റിവെറ്റ് ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പം റിവെറ്റ് ഫയലിനകത്ത് ഞാൻ മാനേജ് എന്ന് പറയുന്ന ടാബിലാണ് എനിക്ക് ഡൈനാമോ കാണാൻ പറ്റും. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡൈനാമോയുടെ പേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് പുതിയൊരു ഡൈനാമോ സ്ക്രിപ്റ്റാണ് എഴുതാൻ പോകുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ന്യൂ എന്ന് പറയുന്ന പേജ് എടുത്തു. അപ്പം നിങ്ങൾക്ക് ഡൈനാമോനെ പറ്റിയിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഇതിനകത്ത് ഡൈനാമോ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോഡെസ്ക് തന്നെ കുറച്ച് ഫയലുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഉണ്ടോ? സാമ്പിൾസ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ കുറച്ച് ഡൈനാമോ സ്ക്രിപ്റ്റ്സ് അവൈലബിൾ ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഉണ്ടോ? ഇത്രയും ഫയൽസ് അവർ തന്നെ നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും എടുത്ത് റൺ ചെയ്ത് നോക്കുക. അതെങ്ങനെ റൺ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഫയൽസ് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ചെയ്യുന്നത് പുതിയൊരു ഫയലാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. അതൊന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇതിനകത്തെ
ആദ്യത്തെ കൺസെപ്റ്റാണ് നമ്പർ അല്ലെങ്കിൽ ഡബിൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് കൺസെപ്റ്റാണ്. എന്താണ് നമ്പർ, എന്താണ് ഡബിൾ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഡൈനാമോയുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഞാനിവിടെ ഒരു നമ്പർ എന്ന് അടിക്കുകയാണ്. ജസ്റ്റ് നമ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ വരുന്ന ഈ ഒരു ബോക്സിനെ പറയുന്ന പേരാണ് കോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വിൻഡോനകത്ത് നമുക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. കോഡ് ബ്ലോക്കും കാണാൻ പറ്റും. ഈ കോഡ് ബ്ലോക്ക് കൊണ്ട് വരയ്ക്കുന്നത് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടോ എനേബിൾ ബാക്ക്ഗ്രൗണ്ട് 3D പ്രിവ്യൂ. ഇത് വെച്ച് കഴിഞ്ഞാൽ കോഡ് ബ്ലോക്ക് ഹൈഡായി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മങ്ങിയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പം നമ്മൾ സൂം ഔട്ട് ചെയ്യുകയും സൂം ചെയ്ത് കഴിഞ്ഞാൽ 3D പ്രിവ്യൂ ആയിരിക്കും നമുക്കവിടെ ചേഞ്ച് വരിക. തിരിച്ച് നമ്മൾ ഈ കോഡ് ബ്ലോക്കിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സൂം ഇന്നും സൂം ഔട്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ എന്ന് പറയുന്ന ഒരു കോഡ് ബ്ലോക്കാണ്. നമ്മൾ ഇതിനകത്ത് വരയ്ക്കില്ല ചെയ്യുന്നത്, ജസ്റ്റ് ഇതുപോലത്തെ കോഡ് ബ്ലോക്കുകളാണ് അധികം യൂസ് ചെയ്യുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കൺസെപ്റ്റാണ് നമ്പർ എന്ന് പറയുന്നത്. കണ്ടോ, നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റോട് കൂടിയിട്ട് ഇടുന്ന സംഭവം. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഇനി കാണിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. നമ്പർ സ്ലൈഡിനകത്ത് ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ഈ കോഡ് ബ്ലോക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻപുട്ടും കോഡ് ബ്ലോക്കിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ടൈപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് നമുക്ക് ഇതുപോലത്തെ ഒരു ഏരോ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അവിടെയായിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ കോഡ് ബ്ലോക്കുകളെല്ലാം കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മളിവിടെ കൊടുക്കുന്ന ഇൻറ്റിജർ, ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ വരണം. ഞാനിവിടെ മാക്സിമം എനിക്ക് 10 വരെയാണ് വേണ്ടത്. കൊടുത്തിട്ട് എനിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത് എന്നുള്ളത് കാണണമെങ്കിൽ ഞാനിവിടെ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണ്, വാച്ച് എന്ന് പറയുന്ന. അതായത് എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് കണ്ടോ, ഈ വാച്ചിനകത്ത് ഒരു ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഇതിനകത്ത് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇപ്പം ഞാൻ ഈ സ്ലൈഡർ ഇവിടെ 0 ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ഈ കോഡ് ബ്ലോക്കിൻ്റെ ഔട്ട്പുട്ടാണ് എനിക്കിവിടെ കാണിച്ചു തരുന്നത് 0 എന്ന് പറയുന്നത്. എനിക്കത് 0 മുതൽ 10 വരെ, മിനിമം 0 മാക്സിമം 10 വരെ എനിക്ക് ഓരോ സ്റ്റെപ്പിൽ എനിക്ക് കണ്ടോ ഇതിവിടെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഇൻറ്റിജർ സ്ലൈഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബ്ലോക്കിൻ്റെയും ഇൻപുട്ടിലേക്ക് നമുക്ക് ഇതിനെ നമ്മൾ നോഡ് എന്ന് പറയും. ഈ ബോക്സിനെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ ഇൻപുട്ട് നോഡിലേക്ക് നമുക്ക് എപ്പോഴും ഒരു വയറേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഔട്ട്പുട്ട് ഒരുപാട് ഇൻപുട്ടിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഞാൻ ഈ നമ്പറിൻ്റെ ഇൻപുട്ട് എടുത്ത് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ആ വയർ ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആയി, എന്നിട്ട് അതിന് പകരം പുതിയത് കൊടുത്താണ് വന്നിരിക്കുന്നത്. അതേസമയം ഔട്ട്പുട്ടിന് നമുക്ക് എത്ര ഔട്ട്പുട്ട് വേണമെങ്കിലും കൊടുക്കാം. അതിനകത്ത് ഒരു എന്താ പറയുക ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ ഇൻപുട്ട് നമുക്ക് എപ്പോഴും അറ്റ് എ ടൈം ഒരു കോഡ് ബ്ലോക്കിനകത്ത് ഒരു ഇൻപുട്ടേ കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ പറയുന്ന ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഇത് ഇൻറ്റിജറും ഇത് ഡബിളും ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഡാറ്റയുടെ ടൈപ്പിനെയാണ് നമ്മൾ ഡബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. എനിക്കിവിടെ ഡബിൾ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇൻറ്റിജർ സ്ലൈഡ് ആയതുകൊണ്ട് എനിക്കിവിടെ ഡബിൾ ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല. അതേസമയം ഞാനിവിടെ നമ്പർ സ്ലൈഡറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻറ്റിജർ സ്ലൈഡറും നമ്പർ സ്ലൈഡറും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഞാനിവിടെ 5 വരെയുള്ള സംഖ്യയെ എനിക്ക് ഓരോ 0.2 വെച്ചിട്ട് എനിക്ക് ഔട്ട്പുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉണ്ടോ, 0 മുതൽ 5 വരെ ഓരോ 0.2ലും എനിക്കിവിടെ ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്പർ സ്ലൈഡ്. ഇൻറ്റിജർ സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റിജേഴ്സ് മാത്രമേ ഇൻറ്റിജർ സ്ലൈഡറിൽ നമുക്ക് ഇൻറ്റിജർ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഡെസിമൽ പോയിന്റ്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഡെസിമൽ പോയിന്റ്സ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡബിൾ എന്ന് പറയുന്നത്. അല്ലാത്തതിനെ നമ്മൾ എന്തെന്ന് പറയും ഇൻറ്റിജർ എന്ന് പറയും. ഓക്കെ, ഇവിടെ എനിക്ക് 0.2 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അതൊരു ലിമിറ്റേഷൻ അല്ല, അത് അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഡബിൾ എന്താണെന്നുള്ളത് കണ്ടു, നമ്പർ അല്ലെങ്കിൽ ഇൻറ്റിജർ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമുക്കൊന്ന് കാണാനുള്ളത് സ്ട്രിങ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സ്ട്രിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഞാനിവിടെ എജുസോഫ്റ്റ് എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എജുസോഫ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് അങ്ങനെ തന്നെ എനിക്ക് ഡിസ്പ്ലേ ഔട്ട്പുട്ട് കാണിച്ചു തരുന്നുണ്ടോ. അപ്പോൾ ഈ ടെക്സ്റ്റിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഇത് ക്യാപിറ്റൽ ആക്കാനും സ്മോൾ ലെറ്റർ ആക്കാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് ഞാൻ എഴുതിയിരിക്കുന്ന ഈ സ്ട്രിങ്ങിനെ എനിക്ക് അപ്പറാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഇത് കണക്ട് ചെയ്യാത്ത കാരണം കൊണ്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്മോൾ ലെറ്റർ എഴുതിയിരിക്കുന്നത് മൊത്തം എനിക്ക് എന്തായി മാറി, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി. ഇത് തിരിച്ച് ലോവറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, സ്ട്രിങ് ടു ലോവർ. ഞാനിത് ലോവറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റയർ വേർഡിനെ നമുക്ക് ലോവറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ അല്ല ഷീറ്റിൻ്റെ പേര് എഴുതാനോ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ പേരുകളൊക്കെ നമുക്ക് റിവറ്റിനകത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സ്ട്രിങ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അതിന് അപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യും. അപ്പം ആ ഒരു ഈസിനെസ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു കോഡ് ബ്ലോക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ള അടുത്ത ഡാറ്റ ടൈപ്പാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഗ്രൂപ്പ് ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആക്കി വെക്കാം. പേര് കൊടുക്കാം. സ്ട്രിങ് ചേഞ്ച് കേസ്. അപ്പം അത് കണ്ടോ, അപ്പം അത് നീക്കി വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് അവിടെ നീങ്ങിയിരിക്കും. ഗ്രൂപ്പ് അങ്ങനെ നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ പറയുകയാണ്, അപ്പോൾ ഈ ഔട്ട്പുട്ട് ഞാൻ ഐറ്റം 1ലേക്ക് കൊടുത്തു. ഇതിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാച്ചും കൂടെ ഞാനിവിടെ എടുക്കുകയാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ലിസ്റ്റിൽ ഒന്ന് വന്നിരിക്കുന്നത് സ്മോൾ ലെറ്ററിലുള്ള എജുസോഫ്റ്റ് ആണ്. എനിക്കിവിടെ അടുത്ത ഐറ്റം കൂടി ലിസ്റ്റിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കയറ്റിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പം എനിക്ക് നമ്പർ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ എനിക്ക് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ലിസ്റ്റ് ഇതേപോലെയാണ്. ഒരു എന്താ പറയുക, ഇതിനൊരു ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. ഈ 0 ഐറ്റം 0 എന്ന് പറയുന്നത് അതിൻ്റെ അഡ്രസ്സ് 0 ആയിരിക്കും. ഐറ്റം 1ൻ്റെ ഇൻഡെക്സ് നമ്പർ 1 ആയിരിക്കും. ഐറ്റം 2ൻ്റെ ഇൻഡെക്സ് നമ്പർ 2 ആയിരിക്കും. ഇനി ഞാൻ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കുകയാണ്. ഓക്കെ, ഇതിനെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ലിസ്റ്റ് വേറെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായി, ഇത് ഒരു ലിസ്റ്റ്, ഇതൊരു ലിസ്റ്റ്, ഇതൊരു ലിസ്റ്റ്, ഈ 3 ലിസ്റ്റും കൂടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കേട്ടോ, ഇതാണ്. നമുക്ക് ഇതിനകത്ത് 3 ലെവൽ കാണാൻ പറ്റും. മീൻസ് ലെവൽ 3, ലെവൽ 2, ലെവൽ 1. ഈ ഇരിക്കുന്ന ഇതാണ് ലെവൽ 0 എന്ന് പറയുന്നത്. അതായത് ഈ ലെവൽ 1 എന്ന് പറയുന്നത് എജുസോഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെയാണ് നമ്മൾ ലെവൽ 1 എന്ന് പറയുന്നത്. ലെവൽ 2 എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലിസ്റ്റ്, ഈ ഗ്രൂപ്പിനെയാണ് ലെവൽ 2 എന്ന് പറയുന്നത്. കേട്ടോ, ഇതാണ് ലെവൽ 2 എന്ന് പറയുന്നത്. ലെവൽ 3 എന്ന് പറയുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ലിസ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും അതായത് നമ്മൾ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റിൻ്റെ അകത്ത് തന്നെ വേറെ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊരു അപ്ലിക്കേഷൻ വരും നമുക്ക് റിവറ്റിനകത്ത്. അത് എപ്പോഴാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. തൽക്കാലം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അപ്പം നമ്മൾ 3 കൺസെപ്റ്റ് കണ്ടു. ഒന്ന് ഇൻറ്റിജർ, പിന്നെ ഡബിൾ, അതിനുശേഷം ലിസ്റ്റ്,
അതിനുശേഷം സ്ട്രിങ്, അതിനുശേഷം ലിസ്റ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ബൂളിയൻ. ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യാൻ പോവാണ്. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് തൽക്കാലം ലിസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പം നമുക്കിതിനകത്ത് ഞാൻ 2 സംഖ്യ കൊടുക്കാൻ പോവാണ്. നമ്പർ അപ്പം ഇത് 2 സംഖ്യ. അപ്പം ഞാൻ ഒരു നമ്പർ 3 എന്ന് കൊടുത്തു, ഒരു സംഖ്യ ഞാൻ 0 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഈക്വൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് 0 = 3 ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ അറിയാൻ കണ്ടോ, 0 ഈസ് നോട്ട് ഈക്വൽ ടു 3. അതുകൊണ്ടാണ് എനിക്കിവിടെ ഫാൾസ് എന്ന് പറഞ്ഞത്. അതേസമയം ഞാനിവിടെ 3 എന്നാണ് കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിലോ ഇവിടെ എനിക്ക് ട്രൂ വരും കേട്ടോ. ഇതേപോലെ നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഏതെങ്കിലും ഒരു കോഡ് ബ്ലോക്കിനകത്തേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ബൂളിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ട്രൂ ഓർ ഫോൾസ്, അതാണ് ഈ ബൂളിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രൂ ആയിട്ട് ആ ഒരു കണ്ടീഷൻ ട്രൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ബൂളിയൻ ട്രൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ വയർ എടുത്തിട്ട് നമ്മളെ ബ്ലോക്കിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൾസ് എന്നാക്കിയിട്ട്, ഇത് നമ്മൾ റേഡിയോ ബട്ടൺ എന്നാണ് പറയുന്നത്, ഫോൾസ് എന്നാക്കിയിട്ട് ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ കോഡ് ബ്ലോക്കിനകത്തേക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് ബൂളിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ബൂളിയൻ ഞാനിവിടെ തൽക്കാലം സേവ് ചെയ്യുന്നില്ല, ഡിലീറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിനകത്തൊന്നും എനിക്കിവിടെ ഡിസ്പ്ലേ ആയിട്ടൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബേസിക് ഒരു എന്താ പറയുക, ഡ്രോയിങ്ങിൻ്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോയിൻറ്റ്സ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ എനിക്കിവിടെ പോയിൻറ്റ്സ് ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് പോയിന്റ് ചെയ്യാൻ പോകുന്നത് ബൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അതായത് XYZൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ പോയിന്റ് വരും. ഇപ്പം ഞാൻ ഈ കോഡ് ബ്ലോക്ക് ഇവിടെ എടുത്തപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എനിക്കിവിടെ ഒറിജിൻ്റെ അവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഓക്കെ കേട്ടോ, റെഡ് കളറിൽ എനിക്ക് അവിടെ ഒരു പോയിന്റ് കാണാൻ പറ്റും. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ബൈ കോർഡിനേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ വാല്യൂ 0 ആയിട്ടായിരിക്കും എടുക്കുന്നത്. 00. അപ്പോൾ ഇതിന് വാല്യൂ കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു നമ്പർ എടുത്തു, X വാല്യൂ 5 കൊടുത്തു, Y വാല്യൂ 3 കൊടുത്തു, Z വാല്യൂ 0 കൊടുത്തു. നമുക്ക് നോക്കാം ഈ പോയിന്റ് മാറോ ഇല്ല എന്നുള്ളത് നോക്കാം. കണ്ടോ, 500 എന്ന് പറയുന്ന ഇവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് വരിക. 53 എന്ന് പറയുമ്പോൾ 530. Z 0 ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സെഡിൻ്റെ വാല്യൂ 2 ആക്കി മാറ്റിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐറ്റം ലെവലിൽ നിന്ന് കുറച്ച് പൊന്തിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് പോയിന്റ് ബൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പോയിന്റ്സുകൾ നമുക്ക് നമ്മുടെ റിവറ്റിനകത്ത് വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഈ ഒരു പോയിന്റ് ഓട്ടോമാറ്റിക്കലി റിവറ്റിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. കണ്ടോ, നമ്മൾ ഇവിടെ എന്ത് വരയ്ക്കുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. എനിക്കത് വരണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ മാറ്റി മാനുവലിൽ ഇട്ടാൽ മതി. മാനുവലിൽ ഇട്ടിട്ട് ഈ കോഡ് ബ്ലോക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് പോയി. കണ്ടോ, ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കിവിടെ ഡിസ്പ്ലേ വരുള്ളൂ, അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ വരില്ല. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ പോയിന്റ് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ അകത്തെ കൺസെപ്റ്റ്. ഇനി നമുക്ക് മാത്താണ്. മാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ കാണിച്ചു, നമുക്ക് 2 സംഖ്യ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ആഡ് എന്ന് പറയുന്ന
ഓപ്പറേറ്റർ എടുക്കുകയാണ്. ഓപ്പറേറ്റർ എടുത്തിട്ട് പറയാണ് 5 + 3. എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഞാനിവിടെ റൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടോ. ഈ ഓട്ടോൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ മൗസ് ഹോവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതാണ്. ഇതുപോലെ നമുക്ക് പ്ലസ് ചെയ്യുന്ന പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സബ്ട്രാക്ട്, അതാണ് മാത്ത് എന്ന് പറയുന്നത്. 3 - 2 എന്നായിരിക്കും ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വരിക. റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 - 2. 3 ആണ് നമ്മൾ എക്സിൽ കൊടുത്തത്, x - y, ഇവിടെ x + y. ഇതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ നമുക്ക് സിമ്പിൾസ് ഉണ്ട്. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്യാം. 5/2 എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഡിസ്പ്ലേ കാണിച്ചു തരും 2.5. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു ലിസ്റ്റാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ ആഡ് ബട്ടനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആഡ് ബട്ടണിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന ആദ്യത്തെ ഐറ്റം ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുത്തു. ഈ ലിസ്റ്റ് എടുത്തു. ലിസ്റ്റിനകത്തേക്ക് ഫസ്റ്റ് ഐറ്റം 5 കൊടുത്തു, സെക്കൻഡ് ഐറ്റം 3 കൊടുത്തു, ഫോർത്ത് ഐറ്റം, തേർഡ് ഐറ്റം 2 കൊടുത്തു. ഓക്കെ, അപ്പം എനിക്കിവിടെ ലിസ്റ്റ് കിട്ടി. ഈ ലിസ്റ്റാണ് ഞാനിവിടെ എക്സിലേക്ക് കൊടുക്കുന്നത്. വൈയിലേക്ക് കൊടുക്കുന്നത് 2 എന്ന് പറയുന്ന വാല്യൂ ആണ് ഞാൻ വൈയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എക്സിൽ കൊടുത്തിരിക്കുന്നത് 5, 3, 2 ആണ്. വൈയിൽ കൊടുത്തിരിക്കുന്നത് 2 ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായിരിക്കണം ഔട്ട്പുട്ട് കിട്ടണമെന്നുള്ളത് നോക്കാം. ഈ ഓരോ നമ്പറിൻ്റെയും 5ൻ്റെ കൂടെ 2 കൂടും, 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്യും, 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടുള്ള ഉത്തരമായിരിക്കും എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ഓക്കെ, അതായത് ഈ ലിസ്റ്റിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂവിൻ്റെ കൂടെയും നമ്മൾ ഈ വൈയിൽ കൊടുത്തിരിക്കുന്ന ഈ സംഖ്യ ആഡ് ആയി പോകും. അതിന് പകരം ഞാൻ വൈയിലും ഇതേപോലെ ഒരു ലിസ്റ്റാണ് കൊടുത്തിരുന്നെന്നുണ്ടെങ്കിലോ ഈ ലിസ്റ്റ് തന്നെ ഞാൻ വൈയിലേക്കും കൊടുത്തിട്ട് റൺ ചെയ്ത് വെച്ചെങ്കിലോ ഇതിന് ഡബിൾ എനിക്ക് ഇവിടെ കിട്ടും. 5 + 5 10, 3 + 3 6, 2 + 2 4. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുത്തില്ലെങ്കിൽ അതായത് ഇത് വർക്കാവില്ല. കാരണം ഇതിൻ്റെ വൈയിലേക്ക് ഡിഫാൾട്ട് വാല്യൂ ഇല്ല. അത് കാരണം കൊണ്ടാണ് അവിടെ ഫംഗ്ഷനിൽ എഴുതി വന്നിരിക്കുന്നത്. ഡിഫാൾട്ട് വാല്യൂ നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മാത്ത് ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഫർദറായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കൂടുതൽ അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിനകത്ത് മനസ്സിലാവും. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. വാച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാച്ച് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോകാനുള്ളത് റിവറ്റിനകത്തെ ജോമെട്രി ലൈബ്രറി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഇവിടെ ഞാൻ തൽക്കാലത്തിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിരിക്കട്ടെ. ഇനി ഞാൻ ഇതിനകത്ത് റിവറ്റിലെ എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈബ്രറിയിൽ നമുക്ക് റിവറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ആദ്യം ഇതിനകത്ത് ഞാനൊരു വാള് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വാള് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ റിവറ്റിൻ്റെ അകത്തെ എലമെൻറ്റ്സിൽ പോയി അതിനൊക്കെ നല്ലത് ഞാനിവിടെ വാൾ ബൈ കർവ് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. ഓക്കെ, വാൾ ബൈ കർവ് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിനകത്ത് നമുക്ക് കൊടുക്കേണ്ടുന്നത് ഒരു കർവ് ഇൻപുട്ടായിട്ട് കൊടുക്കണം, ഹൈറ്റ് കൊടുക്കണം. ഹൈറ്റ് ഡബിൾ ആയാലും കുഴപ്പമില്ല. ലെവൽ കൊടുക്കണം. ഏത് ലെവലിലാണ് എനിക്ക് ആ വാൾ വേണ്ടത്, ഏത് ടൈപ്പ് വാളാണ് വേണ്ടത്. അപ്പം എനിക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട് വാൾ ടൈപ്പ് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, വാൾ ടൈപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വാൾ ടൈപ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ്ങിനകത്തുള്ള വാൾസ് എനിക്കിവിടെ കാണിച്ചു തരും. ഇതിനകത്ത് നിന്ന് ഞാൻ പോയിട്ട് റെക്ടാങ്കുലർ വാൾ 300 എന്ന് പറയുന്ന വാൾ എടുത്തു. ഇതായിരിക്കും എൻ്റെ വാളിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, വാൾ ടൈപ്പിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഏത് ലെവലിലാണ് ആ വാൾ വരേണ്ടതെന്നുള്ളത് അറിയാൻ അവിടെ ലെവൽ കൊടുക്കുകയാണ്. ലെവൽ 0-ലാണ് നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. ഞാൻ ലെവൽ 0-ലാണ് എൻ്റെ വാൾ വരേണ്ടത്. ആ വാൾ കൊടുത്തു. നമുക്കിവിടെ വരേണ്ടത്
എത്ര ഹൈറ്റിലാണ് വരേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഞാനിവിടെ ഡ്രോയിങ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മീറ്റേഴ്സിലാണ്. അപ്പോൾ ഞാനിവിടെ വാളിൻ്റെ ഹൈറ്റ് വെക്കാൻ പോകുന്നത് വാളിൻ്റെ ഹൈറ്റ് വെക്കാൻ പോകുന്നത് 3 മീറ്ററാണ്. 3 മീറ്റർ ഹൈറ്റ് അത് ഞാൻ കൊടുത്തു. ഇനി നമുക്കിവിടെ കർവ് എന്ന് പറയുന്ന സ്ഥലത്ത് വാള് ഏത് കർവിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. 2 പോയിന്റുകൾ യൂസ് ചെയ്തിട്ട് ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ പോയിന്റ് ബൈ കോർഡിനേറ്റ്സിൽ ഇതെൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഇതെൻ്റെ എൻഡ് പോയിന്റുമായിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കാനായിട്ട് XY കോർഡിനേറ്റിൽ എന്ത് ചെയ്യാൻ പോവാണ്, വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. 000 സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ഞാൻ അതിന് ഇൻപുട്ട് കൊടുക്കുന്നില്ല. എനിക്ക് 10 മീറ്റർ നീളമുള്ള എക്സ് ആക്സിസിൽ 10 മീറ്റർ നീളമുള്ള ഒരു ഇതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇത് ഈ 2 പോയിന്റ് വെച്ചിട്ട് എനിക്കൊരു ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലൈൻ വരുന്ന ഒരു കോഡ് ബ്ലോക്കാണത്. അത് കൊടുത്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ലൈനിന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കർവിലേക്ക് കൊടുത്തു. കർവിലേക്ക് കൊടുത്തിട്ട് നമ്മളിവിടെ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കവിടെ ലൈൻ ഇവിടെ ഡിസ്പ്ലേ ആയി വന്നു. പക്ഷെ നമ്മൾ റിവറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വാള് കാണാൻ പറ്റും. 10 മീറ്റർ നീളമുള്ള ഒരു വാൾ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് ഇപ്പോൾ 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡൈനാമോയിൽ തിരിച്ചു വന്നിട്ട് അടുത്ത ഒരു വാളും കൂടി വരയ്ക്കാൻ പോവാണ്. അതായത് ഈ 10-ൽ എൻഡ് ചെയ്യുന്നിടത്ത് നിന്നിട്ടുള്ള അടുത്തൊരു വാള് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, പത്തിൽ നിന്നും 10 എനിക്ക് വേണ്ടത്. Y ആക്സിസിലും ഒരു 10 നീളമുള്ള ഒരു ഇത് വേണം. അപ്പം അടുത്ത ലൈൻ ഞാൻ വരയ്ക്കുന്നത് സ്റ്റാർട്ട് പോയിന്റ് അവിടുന്ന് തുടങ്ങി എൻഡ് പോയിന്റ് ഇവിടെ വന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ലൈൻ എടുത്തു. ഓക്കെ, സെയിം ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടെ വേണം. അപ്പം ഞാൻ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് Ctrl+C Ctrl+V കൊടുത്തു. എന്നിട്ട് ഇതിനകത്തത്തെ കർവിലേക്ക് ഈ ലൈൻ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്നത് 2 വാളിവിടെ വരച്ചിട്ടുണ്ട് ഓൾറെഡി. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ചേഞ്ച് നമുക്കിവിടെ റിവറ്റിനകത്ത് കാണാൻ പറ്റും. വന്നു തിരിച്ച് ഇങ്ങോട്ട് വരും. അപ്പം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ പോയിന്റുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനാമോ യൂസ് ചെയ്തിട്ട് തന്നെ വാൾസ് വരയ്ക്കാൻ പറ്റും. ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ എക്സസൈസ് കാണിക്കാൻ പോവാണ്. കാരണം നമുക്ക് സമയപരിമിതി ഉണ്ട്. ഇമ്പോർട്ട് ചെയ്തത് ഞാനിത് ജസ്റ്റ് ക്ലോസ് ചെയ്തു, ചേഞ്ചസ് വരുത്തുന്നില്ല. ഓക്കെ, റിവറ്റിനകത്ത് ഞാൻ പോയിട്ട് കോഡ് ബ്ലോക്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഞാൻ പൈത്തൺ സ്ക്രിപ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ എടുക്കുന്നില്ല, കാരണം വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. പൈത്തൺ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഞാനിതിനകത്ത് എക്സൽ ഫയലിൽ നിന്ന് ഒരു പോയിന്റ്സുകൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു ടോപ്പോഗ്രാഫി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡൈനാമോ എടുത്തു, പുതിയ ഫയൽ എടുത്തു. ആ ഫയലിനകത്ത് എനിക്ക് ആദ്യം വേണ്ടതെന്ന് ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാനിവിടെ എക്സലിൽ കുറച്ച് സർവേ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, അത് സെഡിലുള്ള അതിൻ്റെ എലിവേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫയൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ടോപ്പോഗ്രാഫി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഫയൽ പാത്ത് കാണിച്ചു കൊടുക്കണം. എവിടെയാണ് എൻ്റെ ആ ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫയൽ പാത്ത് സർവേ പോയിന്റ്സ് എന്ന് പറയുന്ന CSV ഫയൽ ഞാൻ കാണിച്ചു കൊടുത്തു.
ഈ പാത്തിൽ നിന്ന് എനിക്ക് ഇമ്പോർട്ട് ചെയ്യണം, ഫയലിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് CSV എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഓക്കെ, ഇവിടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നേരത്തെ പഠിച്ച ബൂളിയൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫയല് നമുക്ക് എക്സൽ പോലെ ആയിരിക്കില്ല ഡിസ്പ്ലേ വരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ബൂളിയൻ എന്ന് പറയുന്ന ഇതിനകത്ത് ജസ്റ്റ് ഇതൊന്ന് ട്രാൻസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ലിസ്റ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, മാനുവലാക്കി ഇടാതായിരിക്കും നല്ലത്. ലിസ്റ്റിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ 450 ഐറ്റംസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, 150 പോയിൻ്റാണ് മൊത്തം ഉള്ളത്. അതിങ്ങനെ 3 ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം കൊണ്ടാണ് 450 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഈ ലിസ്റ്റിനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ലിസ്റ്റിനെ ഞാൻ ടോപ്പോഗ്രാഫിയിലേക്ക് പോയിന്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ലിസ്റ്റിലത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇതിലത്തെ 0യിൽ കിടക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ലിസ്റ്റിലത്തെ ഗെറ്റ് ഇൻഡെക്സ് ഐറ്റം എന്ന് പറയുന്ന ഗെറ്റ് ഐറ്റം അറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഞാൻ എടുക്കുകയാണ്. അതുപോലെ ലിസ്റ്റ് മാപ്പ് എന്ന് പറയുന്ന ലിസ്റ്റ് ഡോട്ട് മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് ഞാൻ ഇതിനകത്ത് എടുക്കുകയാണ്. ഇതിനകത്ത് ഈ ലിസ്റ്റ് മാപ്പിലേക്ക് ഈ ലിസ്റ്റ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്തു. ഓക്കെ, ലിസ്റ്റ് ഐറ്റം ഇൻഡെക്സിൻ്റെ ഔട്ട്പുട്ട് ഞാൻ അതിൻ്റെ ഫംഗ്ഷനായിട്ട് കൊടുത്തു. ഇനി എനിക്ക് ഇതിലത്തെ ഇൻഡെക്സ് നമ്പർ 0 ആണ്. അപ്പോൾ ഞാനിവിടെ നമ്പർ എന്ന് പറയുന്നിടത്ത് 0 ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കാണിക്കുന്നത് 150 വാല്യൂസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം 0th പൊസിഷനിൽ കിടക്കുന്ന വാല്യൂസ് എനിക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നു. ഓക്കെ, ഇതേപോലെ എനിക്ക് ഇൻഡെക്സ് നമ്പർ 2ൽ കിടക്കുന്ന ഐറ്റവും വരണം, 1ൽ കിടക്കുന്ന ഐറ്റവും വരണം, 2ൽ കിടക്കുന്ന ഐറ്റവും വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ അങ്ങ് കോപ്പി ചെയ്യണം, 2 പ്രാവശ്യം കോപ്പി ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഐറ്റം നമ്പർ 1, ഇതിനകത്തേക്ക് ഇൻഡെക്സ് നമ്പർ 2 കൊടുത്തു. ഓക്കെ, ഇതാണ് എൻ്റെ പോയിന്റ്സ്. അപ്പോൾ ഇത് എക്സും ഇത് വൈ, ഇത് സെറ്റ്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, പോയിന്റ്സ് ബൈ കോർഡിനേറ്റിനകത്ത് എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു, എക്സ് വാല്യൂസ് ഇവിടെ ലിസ്റ്റായിട്ട് കൊടുത്തു, വൈ വാല്യൂസ് ഇവിടെ ലിസ്റ്റായിട്ട് കൊടുത്തു, സെറ്റ് വാല്യൂസ് ഇവിടെ ലിസ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കഴിഞ്ഞു, ഇവിടെ പോയിന്റുകൾ ടോപ്പോഗ്രാഫിയുടെ പോയിന്റ്സ് ഇവിടെ ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നോക്കിക്കഴിഞ്ഞാൽ കാണാം, റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജോമെട്രി ഇത് ഇത്തിരി വലിയ ഫിഗർ ആയതുകൊണ്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ ജോമെട്രി സ്കെയിലിങ് ലാർജ് ആക്കി വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എറർ മാറി കിട്ടും. ഇത് ഇങ്ങനെ മഞ്ഞ കളറിൽ വന്നു കഴിഞ്ഞാൽ അർത്ഥം വാണിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വാണിംഗ് പോയി കിട്ടി, കാരണം അത് ഇത്തിരി വലിയ ടോപ്പോഗ്രാഫി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സ്കെയിൽ കുറച്ച് വലുതാക്കി വെക്കണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന വാണിങ്ങിൻ്റെ അർത്ഥമായിരുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, ഈ പോയിന്റ്സിന് ഞാൻ ടോപ്പോഗ്രാഫിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ടോപ്പോഗ്രാഫി കിട്ടാൻ എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്തു, റിവെറ്റ് എലിമെൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പോഗ്രാഫി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിനകത്ത് ബൈ പോയിന്റ്സ് എന്ന് പറയുന്ന വാല്യൂ എടുത്തു. ഓക്കെ, ടോപ്പോഗ്രാഫി ബൈ പോയിന്റ്സ് ഇൻപുട്ട് കൊടുത്തു, റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് അത് വന്നിട്ടുണ്ട്. അത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പിൻ ചെയ്തിട്ട് ഇതിനെ മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ റിവെറ്റിനകത്ത് അതിൻ്റെ ടോപ്പോഗ്രാഫി തെളിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നമുക്കിത് ഇതിൻ്റെ പ്രിസിഷൻ, അതായത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ അളവ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനൊക്കെ, ഒരു കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഈ ഒരു ഇതൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡൈനാമോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഫർദർ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങൾ സ്വയം ഇതിൻ്റെ നേരത്തെ പറഞ്ഞ എക്സസൈസുകളൊക്കെ ഒന്ന് കാണാൻ നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.